വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു ഹെൽത്തി ടേസ്റ്റി ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ പനീർ പുലാവാണ്. ഇതിന് വേണ്ടി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ, 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. പിന്നെ ഒരു ബേ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്, 2 ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. അത് പൊട്ടിച്ചിട്ടാണ് ആഡ് ചെയ്യണത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. 4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 6 തൊട്ട് 8 കുരുമുളക്. ഇതൊരു 30 സെക്കൻഡ്സ് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ ഹോൾ സ്പൈസസിൻ്റെ ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ നല്ലോണം ഈ എണ്ണയിലേക്ക് ഇറങ്ങും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. ഇതും നമ്മളൊരു 30 സെക്കൻഡ്സ് ഫ്രൈ ചെയ്യണം. കരിയാൻ പാടില്ല, ഫ്രൈ ആവാനേ പാടുള്ളൂ. ഇനി നമ്മൾ ഒരു സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചത്, ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യണേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചതാണ്. ഇത് നല്ലോണം ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. ഒരു 8 കാഷ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. ഈ ഉള്ളി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കാരമലൈസ് ആകുമ്പോഴത്തേക്ക് ഈ ഡിഷിലേക്ക് നല്ലൊരു ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ആഡ് ചെയ്യും. അത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഉള്ളി വേഗം ഫ്രൈ ആവാൻ വേണ്ടിയും കരിയാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, 1/4 കപ്പ് ഫ്രോസൺ സ്വീറ്റ് കോൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 4 to 5 മിനിറ്റ്സ് നമ്മൾ നല്ലോണം സോത്തേ ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ബീൻസ് പോലെ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു നൈസ് ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ, കുറേ വെജിറ്റബിൾസും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഡിഷ് സ്കൂളിലേക്ക് കൊടുത്ത് അയക്കാനായിട്ട് വേഗം ആവുന്ന ഒരു ഡിഷാണിത്. ഇനി നല്ലോണം ഇത് സോത്തേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് റെഡ് ബെൽ പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ യെല്ലോ ബെൽ പെപ്പറോ ഗ്രീൻ ക്യാപ്സിക്കവും കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് റെഡ് ബെൽ പെപ്പർ ഇപ്പോഴേ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ, ബിക്കോസ് അതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. മറ്റേ കൂടുതൽ കുക്കിംഗ് ടൈമുള്ള വെജിറ്റബിൾസാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് സോത്തേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി 1 മിനിറ്റ് സോത്തേ ചെയ്യുക ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് 200 ഗ്രാംസ് പനീറാണ് ആഡ് ചെയ്യണത്. ഞാനിവിടെ മിൽക്കി മിസ്റ്റ് പനീറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പനീർ വേണമെങ്കിലും എടുക്കാം. ഇത്രയും വലിയ കഷ്ണം വേണ്ടെങ്കിൽ ചെറിയ കഷ്ണമായിട്ടും കട്ട് ചെയ്യാം പനീർ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, അത് പൊടിഞ്ഞു പോവാൻ പാടില്ല. അപ്പോൾ ലൈറ്റായിട്ട് വേണം ഒന്ന് സോത്തേ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ 1 കപ്പ് ബാസ്മതി റൈസാണ് ആഡ് ചെയ്യണേ. ഈ ബാസ്മതി റൈസ് നമ്മളൊരു 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയിട്ട് 20 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെയും കഴുകി വെള്ളം മുഴുവൻ കളഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതൊരു 2-3 മിനിറ്റ്സ് നല്ലോണം ഫ്രൈ ചെയ്യണം. അപ്പോൾ റൈസ് നല്ലോണം എല്ലാം ഇൻഗ്രീഡിയൻസ് വെച്ച് കോട്ട് ചെയ്യും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ അരി ഫ്രൈ ചെയ്യുമ്പോൾ ഈ എണ്ണയും എല്ലാം വെച്ച് കോട്ട് ചെയ്യുമ്പോൾ അരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ആൻഡ് സ്റ്റിക്കി ആവില്ല അരി കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ബാസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ആഡ് ചെയ്യണത്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ സ്റ്റേജിൽ നമ്മൾ സോൾട്ട് ഒന്നും കൂടെ നോക്കുക, സോൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇങ്ങനത്തെ പുലാവും ജീര റൈസ് ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പൊടിക്ക് സോൾട്ട് കൂടുതൽ വേണം, എന്നാലേ കുക്ക് ചെയ്ത് വരുമ്പോൾ ഡിഷിന് സോൾട്ട് ഉണ്ടാവുള്ളൂ. ഇനി കവർ ചെയ്ത് അരി വേകുന്ന വരെ കുക്ക് ചെയ്യണം. ഈ വെള്ളം മുഴുവൻ വറ്റുകയും ചെയ്യണം. ഇടയ്ക്ക് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് അരി ഈവനായിട്ട് കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഈ അരി ഫുള്ളായിട്ട് വേകുന്നവരെ, നമ്മുടെ വെള്ളം ഫുള്ളായിട്ട് വറ്റുന്നവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം വറ്റിയിട്ടുണ്ട് ആൻഡ് റൈസ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മളിത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മളിത് ഇളക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോവും ചോറ്, ആൻഡ് നമുക്കൊരു സ്റ്റിക്കി
ടൈപ്പ് റൈസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ആൻഡ് 15 മിനിറ്റ്സത്തേക്ക് ഇത് അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം വിട്ട് കിട്ടും ചോറ്. നല്ലൊരു പനീർ പുലാവായിരിക്കും. ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇത് നമ്മളൊരു ഫോക്ക് വെച്ച് പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് അരി നമ്മുടെ ഇപ്പം എല്ലാം നല്ല ഓരോ ഗ്രെയിൻസും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിക്കി ഒട്ടുമല്ല. നല്ലൊരു ടേസ്റ്റി ഹെൽത്തി പനീർ ഡിഷാണിത്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇത് ലാസ്റ്റിൽ മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ആൻഡ് റായ്ത്ത എന്തെങ്കിലും വെജ് കറി, മിക്സ്ഡ് വെജ് കറി ചിക്കൻ കറി വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.